ഹലോ. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലിനിക്കൽ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ KW ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മാർക്സ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ ഡെയിലി ലൈഫിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അത് കുറച്ചുകൂടി ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിൽ വേണ്ടിയിട്ട് പറയാനാണ് ഇതിനകത്തോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യല്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പം അവരെന്താണ് ശരിക്കും ഇതിനകത്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റിന്റെ ഓരോ സംഭവങ്ങളും, അതായത് ഓരോ കാര്യങ്ങൾ എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കളർ ചേഞ്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓർഡർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഇപ്പം യൂറിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്പ്യൂട്ടം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ഇതിന്റെ കൂടെ നമുക്ക് നടക്കും. ജസ്റ്റ് വെറും സയന്റിഫിക് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക് അല്ല, നേരെ മറിച്ച് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കോമൺ ആയിട്ട് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ട, കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് ടോപ്പിക് ആണ് ക്ലിനിക്കൽ പാത്തോളജി. ഓക്കെ, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാ നോക്കാം. ഒന്ന്, നമ്മൾ കുറച്ച് സാമ്പിൾസിന്റെ അനാലിസിസ് ആണ്. അതായത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് യൂറിൻ ഉണ്ട്, സ്പ്യൂട്ടം ഉണ്ട്, സ്റ്റൂള്, സെമൻ, CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസീസസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഡിസീസ് ഡയഗ്നോസിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂള്, സെമൻ, CSF എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ ഈ പറഞ്ഞിട്ടുള്ള സെക്രീഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ അടുത്ത് നിന്ന് ഡിഫറെന്റ് ആവുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് സാമ്പിൾ ഉണ്ട്, അതായത് ഏതൊക്കെ ടൈപ്സ് ഓഫ് സാമ്പിൾ ആണുള്ളത്, എങ്ങനെയൊക്കെയാണ് സാമ്പിൾസ് വരുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അതായത് സാമ്പിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ തന്നെ ഉണ്ട്. അതായത് ഇപ്പം യൂറിൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളക്ഷൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈം ആണെങ്കിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുമ്പോൾ തന്നെ സാമ്പിളിനകത്ത് വേരിയേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് സാമ്പിൾ, എങ്ങനെയായിരിക്കണം സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്, ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം കളക്ഷൻ ഒക്കെ വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. കാരണം സാമ്പിൾ കളക്ഷൻ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ നമ്മളെ ഈ ഒരു ടെസ്റ്റിനകത്തൊക്കെ മിസ്റ്റേക്സ് വരാം, അല്ലെങ്കിൽ എറേഴ്സ് വരാം. അത് കാരണമായിട്ട് അത് മൊത്തം ഡയഗ്നോസിനെ തന്നെ അഫക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, മൈക്രോസ്കോപ്പിക് ആവാം. ഈ എക്സാമിനേഷൻസ് ഒക്കെ എങ്ങനെയാണ് നടത്തുന്നത്, ഒരു നോർമൽ സെക്രീഷന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ എന്ത് ഡിസീസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ കെമിക്കൽ അനാലിസിസ് എങ്ങനെയൊക്കെ ചെയ്യാം, എന്താണ് നോർമൽ ആയിട്ടുള്ള റിസൾട്ട്, എന്താണ് ഡിസീസ്ഡ് ആയിട്ടുള്ള റിസൾട്ട്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് എന്തെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ട്രൈറ്റ്സ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മൈക്രോസ്കോപ്പിക്കലി നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്, അതുപോലെ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലേ. അപ്പൊ നമ്മൾക്ക് ഇനി നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഒന്ന്, നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് അനാലിസിസ് ഓഫ് യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ ആൻഡ് CSF ആണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യൂറിൻ അനാലിസിസ് ആണ്. അപ്പൊ യൂറിൻ എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യുന്നതാണ്. ഇപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയാന്നുള്ളതാണ്. അതിനുശേഷം ഇതിന്റെ ഒക്കെ ഈ ഓരോ എക്സാമിനേഷൻസും അല്ലെങ്കിൽ ഓരോ അനാലിസിസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിലാണ് പറയുന്നത്. ഇപ്പൊ യൂറിൻ നമ്മൾക്ക് എന്തൊക്കെ എക്സാമിൻ ചെയ്യാം. ഫിസിക്കലി നമ്മൾക്ക് യൂറിൻ സാമ്പിൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കളർ, ക്ലാരിറ്റി, ഓർഡർ ഒക്കെ നോട്ട് ചെയ്യാം. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ക്ലിയർ ആണ്, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ക്ലൗഡി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മങ്ങല് പോലെ അങ്ങനെ എന്തെങ്കിലും അപ്പിയറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതേപോലെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാണ്. ഓക്കെ, സ്മെല്ല് നോട്ട് ചെയ്യാം. സ്മെല്ല് വെച്ചിട്ട് നമുക്ക് ഡിസീസ് ഡയഗ്നോസ് പോസിബിൾ ആണ്. പിന്നീടുള്ളതാണ് കെമിക്കൽ അനാലിസിസ്. കെമിക്കലി നമ്മൾക്ക് എങ്ങനെയൊക്കെ യൂറിൻ അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്സ്റ്റിക് ടെസ്റ്റുകൾ ഉണ്ട്. അതായത് ഈ പിക്ചറിൽ കണ്ടിട്ടുള്ളത് ഒരു
ഡിപ്സ്റ്റിക് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ ഇപ്പം pH സ്ട്രിപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ pH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്ട്രിപ്പുകൾ ഉണ്ടാവും. ആ ഒരു സ്ട്രിപ്പ് നമ്മൾക്ക് എന്തിന്റെ pH ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനകത്ത് ഡിപ്പ് ചെയ്യും. അപ്പൊ അത് റെഡ് കളർ ആയി കഴിഞ്ഞാൽ ആസിഡിക് ആയിരിക്കും, ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും, പിന്നെ ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ഒക്കെ ആണെങ്കിൽ ബേസിക് ആയിരിക്കും അല്ലേ. അതുപോലെ നമുക്ക് യൂറിനും ചെയ്യാവുന്നതാണ്. യൂറിൻ നോർമലി എന്തായിരിക്കും, യൂറിൻ ശരിക്കും സ്ലൈറ്റ്ലി ആസിഡിക് ആയിട്ടുള്ള ഒരു നാച്ചർ ആയിരിക്കും ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് നോർമൽ കണ്ടീഷനിലാണോ അല്ലെങ്കിൽ നോർമൽ pH ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിപ്സ്റ്റിക് ടെസ്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടീൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിനിലുള്ള പ്രോട്ടീൻ കണ്ടന്റിനെ മെഷർ ചെയ്യാം. ഗ്ലൂക്കോസ്, കീറ്റോൺ, ബിലിറൂബിൻ, യൂറോബിലിനോജൻ, നൈട്രൈറ്റ്സ്, ല്യൂക്കോസൈഡ് എസ്ട്രേസ് ആൻഡ് ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കെമിക്കലി അനലൈസ് ചെയ്യാം. ഇതൊക്കെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ചില കമ്പോണൻസ് ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ചില കമ്പോണൻസ് യൂറിനിൽ തീരെ പ്രസന്റ് ആവാനേ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് ഹെൽത്ത് ഇഷ്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു ഓവറോൾ ഐഡിയ, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ യൂറിൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ചെക്ക് ചെയ്യുന്നത് അതിന്റെ കളർ, ക്ലാരിറ്റി, ഓർഡർ ആണ്. കെമിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താണ് pH, പ്രോട്ടീൻ, ഗ്ലൂക്കോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കെമിക്കലി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽസ്, ബാക്ടീരിയ, ക്രിസ്റ്റൽസ്, കാസ്റ്റ് ആൻഡ് അതർ സബ്സ്റ്റൻസ്. അതായത് ബാക്ടീരിയ ഉണ്ടാവാം, യൂറിനകത്ത് മേ ബി ബാക്ടീരിയ ഉണ്ടാവാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ള കേസിൽ. അതേപോലെ സെൽസ് ഉണ്ടാവാം, പിന്നെ ക്രിസ്റ്റൽസ് ഉണ്ടാവും. അതായത് ഇപ്പം കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ മേ ബി ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കാസ്റ്റ് ഒക്കെ ഉണ്ടാവാം. കാസ്റ്റ് ഒക്കെ മെയിൻ ആയിട്ട് ഈ ഡീഹൈഡ്രേഷൻ ആകുമ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്തുള്ളതാണ്. പ്രോട്ടീൻസ്, RBC എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ക്രിസ്റ്റൽസ്, കാസ്റ്റ്. അപ്പം അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് പിന്നുള്ളതാണ് സ്പ്യൂട്ടം. സ്പ്യൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, കഫം എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ സ്പ്യൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫം എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പ്യൂട്ടം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നമ്മൾ അതിന്റെ കൺസിസ്റ്റൻസി നോക്കാം, അതുപോലെ തന്നെ കളർ നോക്കാം, പിന്നെ വോളിയം. ഓക്കെ, അതൊക്കെയാണ് ഇതിനകത്ത് നോക്കുന്നത്. കൺസിസ്റ്റൻസി മീൻസ് അതായത് അത് കുറച്ച് ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഭയങ്കര തിക്ക് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആയിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നെ കളർ നമുക്ക് എന്താണ് വിഷ്വലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എത്രമാത്രം സ്പ്യൂട്ടം പ്രസന്റ് ആണ് നോക്കിയിട്ട് വോളിയം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനകത്ത് നോക്കുന്നത് ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് കൾച്ചർ ടു ഐഡന്റിഫൈ പാത്തജൻസ്. അതായത് പാത്തജൻസ് എന്തെങ്കിലും ഈ സ്പ്യൂട്ടത്തിനകത്ത് പ്രസന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യാം, ഗ്രാം സ്റ്റെയിനിങ് യൂസ് ചെയ്യാം, അതേപോലെ കൾച്ചർ യൂസ് ചെയ്യാം. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്റ്റെയിനിങ് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റെയിനിങ് ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ബാക്ടീരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെയിനിങ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ബാക്ടീരിയനെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ഗ്രാം പോസിറ്റീവ്, ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ്. ഇത് ബാക്ടീരിയ ആണ്, ബാക്ടീരിയനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ഇത് എന്തിന്റെ ബേസിസിലാ, സ്റ്റെയിൻ ഉണ്ടല്ലോ. ഈ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ബേസിസിലാണ് ബാക്ടീരിയനെ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, സ്റ്റെയിനിങ്ങിന്റെ മെക്കാനിസം, പ്രൊസീജിയേഴ്സ് ഒന്നും നമ്മൾക്ക് പഠിക്കാനില്ല. പക്ഷെ ഇതിനകത്ത് ജസ്റ്റ് ഓർത്തിരിക്കുക, ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ബാക്ടീരിയന്റെ കളർ പേർപ്പിൾ ആയിരിക്കും. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ പേർപ്പിൾ കളറിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിൽ പിങ്ക് കളറിലായിരിക്കും അപ്പിയർ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ഗ്രാം സ്റ്റെയിനിങ്ങിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്പ്യൂട്ടം വഴി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്. അറിയാലേ, ക്ഷയരോഗം എന്ന് പറയുന്ന ട്യൂബർകുലോസിസിനെ നമുക്ക് എന്തുവഴി ഐഡന്റിഫൈ ചെയ്യാം, സ്പ്യൂട്ടം അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ട്യൂബർകുലോസിസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് സീൽ നീൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെയിൻ ഉണ്ട്. ഓക്കെ, എന്താണ് സീൽ നീൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെയിൻ ഉണ്ട്.
ഈ ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്, ട്യൂബർകുലോസിസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്യൂട്ടം അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതൊക്കെയാണ് സ്പ്യൂട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൈറ്റോളജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്യൂട്ടം സെൽസിനെ എക്സാമിൻ ചെയ്തിട്ട് മാലിഗ്നൻസീസ് അല്ലെങ്കിൽ സെല്ലുലാർ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് എക്സാമിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മാലിഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്കിപ്പം ലങ് ക്യാൻസർ പോലെ അങ്ങനെ എന്തെങ്കിലും സെൽസിന് അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ സെൽ ഗ്രോത്ത് കൂടുതലായി കഴിഞ്ഞിട്ട് ഒരു സെല്ലിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു മാസ് ഒക്കെ ഫോം ചെയ്യുന്ന കേസ് ആണല്ലോ മാലിഗ്നൻസി എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പം ആ മാലിഗ്നൻസി ഒക്കെ നമുക്ക് എസ്പെഷ്യലി ലങ് ക്യാൻസറിന്റെ കേസിനകത്തുള്ള മാലിഗ്നൻസി അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളെ ലങ്സിനകത്ത് ഈ ഒരു സെൽ മാസ് ഫോം ചെയ്യും, സെല്ലിന്റെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സെല്ലിന്റെ ഒരു ബോൾ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ആ ഒരു അങ്ങനെ എന്തെങ്കിലും മാലിഗ്നൻസി നമ്മളെ ലങ്സിനകത്തോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്പ്യൂട്ടം അനലൈസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് സ്പ്യൂട്ടം അനാലിസിസിന്റെ മറ്റൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് നമ്മളെ എക്സ്ക്രീറ്റ, ബോഡി വേസ്റ്റ് അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ സ്റ്റൂൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൂളിന്റെ അനാലിസിസ്. ഓക്കെ, നമ്മളെ ബോഡി വേസ്റ്റ് ആണ്, നമ്മളെ എക്സ്ക്രീറ്റ ആണ്, എന്താണ് മലം എന്ന് പറഞ്ഞിട്ടില്ല, മലയാളത്തിൽ പറയുമ്പോൾ മലം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ബോഡി വേസ്റ്റിനെ അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ മാക്രോസ്കോപ്പിക് എക്സാമിനേഷന് നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ കൺസിസ്റ്റൻസി, അതുപോലെ കളർ, പിന്നെ ബ്ലഡ് ഓർ മ്യൂക്കസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, കൺസിസ്റ്റൻസി മെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ ഭയങ്കര ലൂസൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണോ നോക്കും. അതുപോലെ കളർ വേരിയേഷൻസ്, നോർമൽ ആയിട്ടുള്ള ഒരു കളർ റേഞ്ച് ഓൾറെഡി ഉണ്ടാവും, അതിനകത്ത് നിന്ന് കളർ വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് ഡിസീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്ലഡ് അല്ലെങ്കിൽ മ്യൂക്കസ് ഒക്കെ ഈ ഒരു സ്റ്റൂളിനകത്ത് പ്രസന്റ് ആണെങ്കിൽ അതും ഒരു അബ്നോർമൽ കേസ് ആണ്. ഓക്കെ, അതും നമുക്ക് മാക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്യാം. മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മളെ നെയ്ക്കഡ് ഐ കൊണ്ട് വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് എക്സാമിനേഷനകത്ത് വരുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നോർമൽ ആയിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മളത് മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റൂളിനകത്ത് ചെയ്യുന്നതാണ് കെമിക്കൽ ടെസ്റ്റുകൾ. ഓക്കെ, കെമിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഓക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ബ്ലഡ് ഉണ്ടോ, ഹിഡൻ ആയിട്ടുള്ള ബ്ലഡ്, നമ്മളിപ്പം മൈക്രോസ്കോപ്പിക്കലി നമ്മൾ മേ ബി ബ്ലഡ് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളത് കെമിക്കൽ ടെസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഈ സ്റ്റൂളിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആകും. ഓക്കെ, അതേപോലെ തന്നെ ഫീക്കൽ ഫാറ്റ് ടെസ്റ്റ്, ഫാറ്റിന്റെ കണ്ടന്റ് കൂടുതലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീക്കസ് അല്ലെങ്കിൽ നമ്മളെ ഫീക്കൽ മാറ്ററിൽ അല്ലെങ്കിൽ നമ്മളെ സ്റ്റൂളിനകത്ത് ഈ ഒരു ഫാറ്റ് കണ്ടന്റ് കൂടുതലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്താ, നമുക്ക് മൈക്രോസ്കോപ്പി വഴി കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാം, പാരസൈറ്റ്സ് ഉണ്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളെ ബോഡിക്കകത്ത് പാരസൈറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് മലേറിയ ആൻഡ് ഫിലാരിൽ വേംസിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സോ അതിനകത്തൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാരസൈറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ. അപ്പം ബോഡിക്കകത്തുള്ള പാരസൈറ്റ്സിനെ എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയും. എൻഡോ പാരസൈറ്റ്സ് നമുക്ക് ഭയങ്കര ഹാർംഫുൾ ആണ്, നമ്മളെ ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ വളരും. അത് മാത്രമല്ല നമ്മൾക്ക് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കും, നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുത്തി വെക്കാൻ ഈ ഒരു പാരസൈറ്റ്സ് കാരണമാണ്. അപ്പം നമ്മളെ ബോഡിക്കകത്ത് അല്ലെങ്കിൽ നമ്മളെ എലിമെന്ററി കനാലിനകത്ത് നോർമൽ ആയിട്ടുള്ള പാരസൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ്സ് അല്ലാത്ത നോർമൽ ആയിട്ടുള്ള മൈക്രോഫ്ലോറ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു മൈക്രോ ഓർഗാനിസംസ്, ചെറിയ സൂക്ഷ്മ ജീവികൾ നമ്മളെ എവിടെ ഉണ്ട്, നമ്മളെ എലിമെന്ററി കനാലിനകത്തുണ്ട്. അവര് ശരിക്കും നമ്മളെ ഡൈജഷൻ ഒക്കെ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഇപ്പം ഈ ലാക്ടോസ് ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയകളൊക്കെ ശരിക്കും നമ്മളെ ഡൈജഷൻ ഒക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മളെ ബോഡിക്കകത്ത് ഇപ്പം പറഞ്ഞിട്ടുള്ള മലേറിയ അല്ലെങ്കിൽ വേറെ ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പാരസൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് മിക്കവാറും അവര് നമ്മളെ എലിമെന്ററി കനാൽ അല്ലെങ്കിൽ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആ ഒരു ഭാഗത്തായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അവിടെ നിന്നാണ് കാര്യമായിട്ട് ഇവർക്ക് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുക. നമ്മളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് എലിമെന്ററി കനാലിൽ എത്തിയിട്ട് അവിടെ നിന്നാണല്ലോ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുക. അപ്പം ആ ഒരു ഭാഗങ്ങളിലായിട്ട് ഇവര് ഉണ്ടാവും.
അപ്പം ഇവര് പ്രസന്റ് ആണോ എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റൂൾ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റൂളിനകത്ത് മേ ബി ഇവരുടെ ഓവ ഉണ്ടാവും. ഓവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ആണ്, അതായത് പാരസൈറ്റ്സിന്റെ എഗ്ഗും ഒക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഓർഗാനിസംസ് അവരുടെ തന്നെ ലാർവൽ ഫോംസിനൊക്കെ നമുക്ക് മേ ബി സ്റ്റൂളിനകത്ത് മൈക്രോസ്കോപ്പിക്കലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഈ ഒരു ഡിസീസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാരസൈറ്റ് ബോഡിക്കകത്തുണ്ട്, അത് ഈ ഒരു ഡിസീസാണ് കോസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതുവഴി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു പാത്തോജനിക് ബാക്ടീരിയനെ നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടൊക്കെയാണ്, കൾച്ചർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ ഇവരെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് സെമൻ അനാലിസിസ് ആണ്. സെമൻ മീൻസ് ശുക്ലം, അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഗമീറ്റ് അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ ക്യാരി ചെയ്യുന്ന ലിക്വിഡ് ആണ് സെമൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെയിൽ ഗമീറ്റ് ആണ് സ്പേം, അറിയാലോ അല്ലെ. മെയിൽ ഗമീറ്റ് സ്പേം ആണ്, ഫീമെയിൽ ഗമീറ്റ് നമ്മൾ ഓവം അല്ലെങ്കിൽ എഗ് എന്നൊക്കെ പറയും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മെയിൽ ഗമീറ്റിനെ ക്യാരി ചെയ്തിട്ട് മെയിൽസിന്റെ പെനിസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പെനിസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെമൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ സെമനകത്താണ് സ്പേം ഒക്കെ ഉള്ളത്. അപ്പൊ സെമൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും റിപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാക്രോസ്കോപ്പിക്കലി അല്ലെങ്കിൽ നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം, അതുപോലെ തന്നെ കളർ, പിന്നെ pH, വിസ്കോസിറ്റി. ഓക്കെ, അത് സെമൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. അപ്പൊ അത് ആ ഒരു നോർമൽ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അതുവഴി നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ വോളിയം, ഒരു നോർമൽ റേഞ്ച് ഓഫ് വോളിയം ഉണ്ട്. ആ ഒരു വോളിയം ലൈക്ക് ആ ഒരു നോർമൽ വോളിയത്തിന്റെ റേഞ്ചിനകത്താണ് ഉള്ളത്. അതുപോലെ നോർമൽ ആയിട്ടുള്ള കളർ, ഒരു വൈറ്റിഷ് ഗ്രേ ആണ് നോർമൽ ആയിട്ടുള്ള കളർ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ ആ ഒരു കളറിൽ തന്നെയാണ് ഉള്ളത്. അതേപോലെ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ pH-ലാണ് സെമൻ ഉള്ളത്. ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾക്ക് വിഷ്വലി തന്നെ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക്കലി ഉള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സെമൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ എന്താണ് എക്സാമിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേമിന്റെ കാര്യങ്ങളാണ്. ഓക്കെ, സെമന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ, കൺസിസ്റ്റൻസി, കളർ എല്ലാം നമുക്ക് മൈക്രോസ്കോപ്പിക്കലി അനലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്പേം മെയിൻ ആയിട്ട് നമ്മൾ സെമനകത്തുള്ള മെയിൻ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽഗമീറ്റ് ആണ്, അതായത് സ്പേം ആണ്. അപ്പൊ സ്പേമിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്താലാണ് നമ്മൾക്ക് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള ഡാറ്റ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക്കലിയാണ് അനലൈസ് ചെയ്യുന്നത്. കാരണം സ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേക്ഡ് ഐസിന് വിസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിക്കലിയാണ് എക്സാമിൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേം വളരെ സ്മോൾ ആണ്. ഒരു 1 ml ഓഫ് സെമനകത്ത് ഓൾമോസ്റ്റ് 15 മില്യണിൽ കൂടുതൽ സ്പേംസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും ചെറിയ ആളാണ്. സോ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ എക്സാമിൻ ചെയ്താലേ സ്പേമിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സ്പേമിനെ കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം കൗണ്ട്, അതുപോലെ തന്നെ സ്പേമിന്റെ മോർട്ടിലിറ്റി, സ്പേം കൗണ്ട് നോർമൽ റേഞ്ചിലാണോ, അതേപോലെ സ്പേം പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ. സ്പേം കൗണ്ട് കൂടുതലാണെങ്കിലും സ്പേമിന് മോർട്ടിലിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. സ്പേം കൗണ്ട് മീൻസ് സ്പേമിന്റെ നമ്പർ ഓഫ് സ്പേംസ് പെർ 1 ml ഓഫ് സെമൻ ആണ്. സോ അത് കുറവാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി വരാം. അതായത് ഒരു കൺസിഡറബിൾ ഒരു നോർമൽ റേഞ്ച് ഉണ്ട്, നോർമൽ റേഞ്ചിലും കുറവാണ് സ്പേമിന്റെ കൗണ്ട് എങ്കിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്പേം ഒരു കൺസിഡറബിൾ റേഞ്ച് ഓഫ് മോർട്ടിലിറ്റി കാണിക്കണം. ഓക്കെ, അത് ഇല്ലെങ്കിലും ഇൻഫെർട്ടിലിറ്റി വരാം. അതുപോലെ സ്പേമിന് ഒരു മോർഫോളജി ഉണ്ട് അല്ലെ. സ്പേമിന്റെ മോർഫോളജി ലൈക്ക് നമ്മൾക്കറിയാം, ഒരു ഹെഡ്, പിന്നെ ഒരു മിഡിൽ പീസ്, പിന്നെ അതേപോലെ ഒരു നെക്ക്, പിന്നെ ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, പിന്നെ ടെയില്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ത് സ്പേമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ സ്പേം കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പിക്കൽ അനാലിസിസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെമനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പ്രസന്റ് ആണോ, ഇപ്പം WBC അല്ലെങ്കിൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള ജേം സെൽസ് പോലെയുള്ള അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഈ ഒരു സെമനകത്ത് പ്രസന്റ് ആണോ എന്ന് കൂടി നമ്മൾ സെമൻ അനാലിസിസ് വഴി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളെ സെറിബ്രോത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ സ്പൈനൽ കോഡിനകത്തൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇത് ശരിക്കും നമ്മളെ ബ്രെയിനിനൊക്കെ കവർ ചെയ്തിട്ട് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്നതാണ്. നമ്മളെ സ്പൈനൽ കോഡിനും ബ്രെയിനും ഒക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ പോലെയാണ് ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഈ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതുപോലെ വേറെ ഒരുപാട് ഇമ്പോർട്ടന്റ് റോൾസ് ഉണ്ട്. അപ്പം ഈ ഒരു CSF നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഡിസീസ് ഡയഗ്നോസിന് കൂടി വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം.
ഓക്കെ, CSFന്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ ചെയ്യുന്നത്, ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ, കളർ, ക്ലാരിറ്റി, അതേപോലെ അതിന്റെ ഒരു പ്രഷർ വേരിയേഷൻസ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിസിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. കെമിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, ലാക്ടേറ്റ് ആൻഡ് അതർ മെറ്റബോളൈറ്റ്സ്, ഈ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പ്രസന്റ് ആണോ, ആണെങ്കിൽ ഏത് റേഞ്ചിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്, നോർമൽ റേഞ്ചിനെക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കെമിക്കലി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സെൽ കൗണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നുണ്ട്, കൾച്ചറിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാത്തജൻസ്, എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളൊക്കെ വരുത്തുന്ന ആരെങ്കിലും വല്ല പാത്തജൻസ് അല്ലെങ്കിൽ ബാക്ടീരിയ, ഫംഗസ് അങ്ങനെ ആരെങ്കിലും പ്രസന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൾച്ചറിങ് സ്റ്റെയിനിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾക്ക് ചെയ്യുന്നത് വേറെ CSFന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഒലിഗോ ക്ലോണൽ ബാൻഡ്സ്, അതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, പിന്നെ PCR. ഇത് പാത്തജൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ CSFനകത്ത് എന്തെങ്കിലും പാത്തജൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒലിഗോ ക്ലോണൽ ബാൻഡ്സ് ഉണ്ട്, പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, പിന്നെ PCR. ഒലിഗോ ക്ലോണൽ ബാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആന്റിബോഡീസ് തന്നെയാണ്. ഓക്കെ, ആന്റിബോഡീസ് അറിയാൻ വിചാരിക്കും. നമ്മളെ ബോഡിക്കകത്ത് തന്നെ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ടൂൾ ആണ് ആന്റിബോഡി. അതായത് നമ്മളെ ബോഡിക്കകത്ത് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആന്റിബോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഈ ആന്റിബോഡി വളരെ സ്പെസിഫിക് ആണ്. നമ്മൾ പുറത്തുനിന്ന് നമ്മളെ എന്തെങ്കിലും അസുഖം വരുത്താൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ നമ്മൾ ആന്റിജൻ എന്ന് പറയും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇവരൊക്കെ ആന്റിജൻസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഓരോ ആന്റിജനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. അതായത് വൈറസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈറസിനെ അവനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആന്റിബോഡി ആവില്ല ബാക്ടീരിയനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും, വളരെ സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പം ഈ ഒരു CSF നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു വൈറസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിബോഡി ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ആ ആന്റിബോഡിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. ഒരു പെർട്ടിക്കുലർ വൈറസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിബോഡിന്റെ എമൗണ്ട് നമ്മൾ CSFൽ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്നറിയോ, ആ ഒരു വൈറസിന്റെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം അല്ലാതെ ഇത്ര അധികം ആന്റിബോഡി വെറുതെ പ്രൊഡ്യൂസ് ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആന്റിജൻ ഉണ്ടെങ്കിലാണ് കൂടുതൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ടൈമിൽ കൂടുതലായിട്ട് ഈ ഒരു വൈറസിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു വൈറസ് നമ്മളെ ബോഡിക്കകത്ത് പ്രസന്റ് ആണെന്നാണ്. ആ ഒരു സ്പെസിഫിസിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഒലിഗോ ക്ലോണൽ ബാൻഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്പെസിഫിസിറ്റി, അതായത് ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷൻ വളരെ സ്പെസിഫിക് ആണെന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. ഓക്കെ, ഈ ഒരു സ്പെസിഫിസിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒലിഗോ ക്ലോണൽ ബാൻഡ്സ് അതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? അതിനകത്തുള്ളത് നമ്മൾ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ കൊറോണയുടെ ടൈമിലൊക്കെ RT-PCR ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് കൊറോണ വൈറസിന്റെ DNA, ശരിക്കും കൊറോണ വൈറസ് ഒരു റിട്രോ വൈറസ് ആണ്, അതുകൊണ്ട് തന്നെ RNA ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എനിവേ, ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ നമുക്ക് തൽക്കാലം കൊറോണ വൈറസിന് DNA ആണുള്ളത് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. ഈ കൊറോണ വൈറസിന്റെ ഈ ജനറ്റിക് മെറ്റീരിയൽ നമ്മളെ ബോഡിക്കകത്ത് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മളെ ബോഡിക്കകത്ത് കൊറോണ വൈറസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കോവിഡ് ഉണ്ട് അല്ലെ. അത് ഡിറ്റക്ട് ചെയ്യാൻ PCR യൂസ് ചെയ്യും. അതേപോലെ നമുക്ക് വേറെ എന്തെങ്കിലും പാത്തജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു CSFന്റെ ഫ്ലൂയിഡ്, അതാണ് നമ്മൾ സാമ്പിൾ. ഓക്കെ, സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, PCR ചെയ്ത് നോക്കാം. അതായത് PCRനകത്ത് ഇപ്പം ഒരു DNA മാത്രമേ ഉള്ളൂ വിചാരിക്കുക. ഇപ്പൊ നമ്മളെ കൊറോണന്റെ ഒരു DNA മാത്രമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, റിസ്ക്. പക്ഷെ നമുക്ക് നമ്മൾ PCR ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എങ്കിൽ നമുക്ക് ഒരു DNA പിന്നെ PCR വഴി നമുക്കൊരു 10,000 DNA ആയിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു സാമ്പിൾ കുറച്ച് സാമ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള
നമുക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസ് വളരെ കുറച്ച് എമൗണ്ടിൽ ആണുള്ളതെങ്കിലും അതിനെ ആംപ്ലിഫൈ ചെയ്യുക. അതായത് ഒരുപാട് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഒരുപാട് ആ ഒരു DNA നമ്മൾക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഒരു DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഈ ആളുടെ ബോഡിക്കകത്ത് പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PCR യൂസ് ചെയ്യുന്നത്. PCR എസ്പെഷ്യലി പറഞ്ഞിട്ടുള്ള DNA ആംപ്ലിഫിക്കേഷൻ തന്നെയാണ് PCR മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള പാത്തജൻസ് അല്ലെങ്കിൽ ആന്റിജൻസ് നമ്മളെ ബോഡിക്കകത്ത് ഇൻവേഡ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളുടെ DNA ഉണ്ടോ നമ്മളെ ബോഡിക്കകത്ത്, അതായത് ഒരു പേഷ്യന്റിന്റെ ബോഡിക്കകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്തജന്റെ DNA ഉണ്ടോ? DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അത് ഓരോ ഓർഗാനിസത്തിനും ഹൈലി സ്പെസിഫിക് ആണ്. ഓക്കെ, ഓരോ ഓർഗാനിസത്തിന്റേതും നമ്മൾ സീക്വൻസ് ചെയ്തിട്ട് കുറെ ഓർഗാനിസത്തിന്റെ DNA ഒക്കെ എന്താണ് സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മള് ഹ്യൂമൻസിന്റെ DNA സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രൊജക്ട് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ DNA എന്തെല്ലാം ഉണ്ട്, നമ്മളെ DNA കംപ്ലീറ്റ് ഒരു സീക്വൻസ് പോലെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പാത്തജൻസിന്റെ നമ്മൾ സീക്വൻസ് ചെയ്തിട്ട് അതിന്റെ ഡാറ്റ ഒക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ഡാറ്റാ ബേസിസിൽ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് സോഫ്റ്റ്വെയർസിലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം DNA സീക്വൻസ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മാച്ച് ചെയ്ത് തരും ആ ഒരു DNA സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക DNA സീക്വൻസ് ഈ ഒരു പാത്തജന്റെ DNA സീക്വൻസ് ആണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയന്റെ DNA സീക്വൻസ് ആണെന്ന് കമ്പ്യൂട്ടർ നമ്മളടുത്ത് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു പേഷ്യന്റിനകത്ത് എന്തുണ്ട്, ഈ പേഷ്യന്റിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ പ്രസന്റ് ആണ്. ആ ബാക്ടീരിയ പ്രസന്റ് ആയതുകൊണ്ടല്ലേ ആ ബാക്ടീരിയന്റെ ഒരു ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത്. അല്ലാതെ നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം എല്ലാവരും ജനറ്റിക് മെറ്റീരിയൽ ഓരോ സ്പീഷീസിന്റെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെ വരെ ജനറ്റിക് മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. അത് ഓരോരുത്തരുടേതും അത് യുണീക്ക് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. സോ നമുക്കത് ഈസിലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് PCR ഒരു ബേസിക് ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നീട് PCR തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PCR 3 സ്റ്റെപ്പുകൾ, അതായത് DNA ഡിനാച്ചുറേഷൻ ഉണ്ട്, പ്രൈമർ അനിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, അതെല്ലാം ഉണ്ടാവും. പാരസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻഫെക്ഷൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് മനസ്സിലാക്കാം. പിന്നെ ക്യാൻസർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യാൻസർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള സ്പ്യൂട്ടം ടെസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോറി, നേരത്തെ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ PCR കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വേറൊരു വീഡിയോ ഉണ്ട്, ഓട്ടോമേഷൻ ഇൻ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് PCR കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ടെക്നിക്സിനെ കുറിച്ചിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് CSF പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോ ഒരു ഓവറോൾ ഐഡിയ ആണ് കിട്ടിയിട്ടുള്ളത് ഇല്ലേ. ബാക്കി ഇനി നമുക്ക് ഓരോ സാമ്പിളിന്റെ ടൈപ്പ്, എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, അതുപോലെ ഈ ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്തൊക്കെയാണ്, നമുക്ക് എന്ത് ഡാറ്റയാണ്, എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അതായത് ഫിസിക്കലി എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം, കെമിക്കലി എങ്ങനെ അനലൈസ് ചെയ്യാം, മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെല്ലാമാണ് എക്സാമിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ടെക്നിക്സിനെ പറ്റിയിട്ട് പറയാം. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു ടെക്നിക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റയാണ് ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മളോട് പറയുന്നത്. ഈ റിസൾട്ട് ഒക്കെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക, അതായത് റിസൾട്ട് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, എന്താണ് നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അത്, എന്ത് ഡിസീസ് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് യൂറിൻ ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് യൂറിൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യൂറിൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ഷന്റെ ടൈം ബേസ് ചെയ്തിട്ട് സാമ്പിളിന് നമ്മൾ ഡിഫറെന്റ് നെയിംസിലാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു ടൈം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് പേരുകൾ വിളിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തേത് റാൻഡം സാമ്പിൾ ആണ്. റാൻഡം സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടൈമിൽ എപ്പോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് റാൻഡം സാമ്പിൾ ആണ്. നോർമലി ഡേ ടൈമിൽ ഏതൊരു ടൈമിൽ കളക്ട് ചെയ്യുന്ന യൂറിനെയും എന്ത് വിളിക്കും, റാൻഡം സാമ്പിൾ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ റാൻഡം സാമ്പിൾ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിൽ
എപ്പോ കളക്ട് ചെയ്യുന്നതാണെങ്കിലും അതിനെ നമ്മൾ റാൻഡം സാമ്പിൾ എന്ന് വിളിക്കും. പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ. ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വോയിഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വോയിഡ് ഇൻ ദ മോർണിംഗ്, അതായത് മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ, അതായത് പേഷ്യന്റിന്റെ മോർണിംഗിലുള്ള ഫസ്റ്റ് യൂറിൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എന്ന് പറയുന്നത്. ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലേ, ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഫസ്റ്റ് മോർണിംഗിലുള്ള ഫസ്റ്റിലെ യൂറിനെ കളക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ. പിന്നുള്ളതാണ് മിഡ് സ്ട്രീം ക്ലീൻ ക്യാച്ച് സാമ്പിൾ. ഇത് ടൈം ബേസ് ചെയ്തിട്ടല്ല, ഇത് മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു മിഡ് സ്ട്രീം ക്ലീൻ ക്യാച്ച് സാമ്പിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ജെനൈറ്റൽ ഏരിയ നല്ല ക്ലീൻ ആക്കണം. അതിനുശേഷം ഈ ഒരു യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിലെ കുറച്ച് പോർഷൻസ് നമ്മൾ കളക്ട് ചെയ്യില്ല. ഓക്കെ, യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ, പേഷ്യന്റ് യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റിലെ കുറച്ച് പോർഷൻസ് കളക്ട് ചെയ്യാണ്ട് മിഡിൽ പോർഷൻ കളക്ട് ചെയ്യുക. അതുപോലെ എൻഡിലേക്കുള്ള കുറച്ച് പോർഷൻസും കളക്ട് ചെയ്യില്ല. ആ ഒരു മിഡിൽ പോർഷൻസ് ഓഫ് യൂറിൻ മാത്രമാണ് നമ്മൾ ഈ ഒരു മെയിൻ സ്ട്രീം ക്ലീൻ ക്യാച്ച് സാമ്പിളിനകത്ത് കളക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് സാമ്പിൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂറിൻ സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് റാൻഡം സാമ്പിൾ ആണ്, എനി ഡേ, അതായത് ഡേ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും എപ്പോൾ കളക്ട് ചെയ്യുന്ന സാമ്പിളിന് റാൻഡം സാമ്പിൾ എന്ന് പറയാം. ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൽ ഫസ്റ്റ് ആയിട്ടുള്ള യൂറിൻ, മോർണിംഗിൽ ഫസ്റ്റ് വരുന്ന യൂറിനെയാണ് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എന്ന് പറയുന്നത്. മിഡ് സ്ട്രീം ക്ലീൻ ക്യാച്ച് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറിൻ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോർഷൻസ് യൂറിൻ ഇങ്ങനെ പാസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് വരുന്ന യൂറിനും ലാസ്റ്റ് വരുന്ന യൂറിനും കളക്ട് ചെയ്യാണ്ട് മിഡിൽ പോർഷൻ ഓഫ് യൂറിൻ മാത്രം കളക്ട് ചെയ്യുന്നതാണ് മിഡ് സ്ട്രീം ക്ലീൻ ക്യാച്ച് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കാം. അതായത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അതായത് ഓരോ കളേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിന്റെ കളർ എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നമ്മൾക്ക് കോമൺ ആയിട്ട് അറിയാം അല്ലെ, യൂറിൻ കൂടുതൽ യെല്ലോയിഷ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഡീഹൈഡ്രേഷൻ കാരണമാണ്. യൂറിൻ യെല്ലോ കളർ വളരെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമാണ്. അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു, ഇനഫ് വാട്ടർ നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര വെള്ളം നമ്മൾക്ക് കിട്ടുന്നില്ല, ബോഡിക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ യെല്ലോ കളർ യൂറിൻ ആയിരിക്കും. നോർമലി ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളെ യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും, പക്ഷെ വാട്ടറിന്റെ അത്ര ഒരു പ്യുവർ അല്ലെങ്കിൽ അത്ര ക്ലിയർ ആയിട്ടുള്ളതായിരിക്കില്ല. മേ ബി ഒരു സ്ലൈറ്റ് യെല്ലോ കളർ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആണ്, പക്ഷെ വളരെ ബ്രൈറ്റ് ആൻഡ് ഡീപ്പ് യെല്ലോ കളർ ആകുമ്പോഴാണ് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ബ്ലഡ് പ്രസന്റ് ആണോ എന്നുകൂടി കളർ വഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലഡ് പ്രസന്റ് ആണെങ്കിൽ ഒരു സ്ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും. സ്ലൈറ്റ് ഓറഞ്ച് ടു റെഡ് കളർ ആണെങ്കിൽ ബ്ലഡ് പ്രസന്റ് ആണ്. മേ ബി ബ്ലഡ് സെൽസ് ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെമറ്റൂറിയ ഒക്കെ കേസസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കളർ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒരു സ്ലൈറ്റ് റെഡ് കളർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ബൈൽ പിഗ്മെന്റ്സിന്റെ പ്രസൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു കൈൻഡ് ഓഫ് ഗ്രേയിഷ് ഗ്രീൻ കളർ പോലെ ഇരിക്കും ബൈൽ പിഗ്മെന്റ്സ് ഒക്കെ പ്രസന്റ് ആവുകയാണെങ്കിൽ യൂറിൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ഫിസിക്കലി നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ക്ലാരിറ്റി ഒബ്സർവ് ചെയ്യാം. അത് യൂറിൻ നല്ല ക്ലിയർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മങ്ങല് പോലെ അല്ലെങ്കിൽ ക്ലൗഡി ആണോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലൗഡി യൂറിൻ ആണെങ്കിൽ ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ നമ്മളെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ ആണ് ക്ലൗഡി യൂറിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്രിസ്റ്റൽസ് യൂറിനകത്ത് ഉണ്ടെങ്കിൽ അത് എന്താ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺസിന്റെ ഒക്കെ അല്ലെങ്കിൽ കിഡ്നി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽ ആയിട്ടുള്ള യൂറിനകത്ത് ക്രിസ്റ്റൽസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂക്കസ് ഒക്കെ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിലും കൈൻഡ് ഓഫ് നമ്മളെ UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമല്ലോ, ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓർഡറും അതുപോലെ തന്നെ, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാന്ന് അറിയാലോ അല്ലെ, സ്മെല്ല് വെച്ചിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. കോളൈ, അതുപോലെ തന്നെ കീറ്റോസിസ്, ഡയറ്ററി ഇൻഫ്ലുവൻസ്, ഫുഡിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ വെച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കെമിക്കൽ എക്സാമിനേഷനിൽ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി അല്ലെങ്കിൽ അസിഡിക് ആണോ ആൽക്കലൈൻ യൂറിൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് pH നോക്കിയാൽ മതി. ഈ ഒരു pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതുപോലെ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ കാരണമായിട്ട്, അതേപോലെ നമ്മളെ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, കിഡ്നിന്റെ ഫങ്ഷൻ എല്ലാം അഫക്ട് ചെയ്യും. ഈ ഒരു യൂറിന്റെ pH എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡന്റ് ആണ്. അതായത് കിഡ്നിന്റെ ഫങ്ഷനിൽ ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ എടുക്കുന്ന മെഡിസിൻസ്, വേറെ മറ്റ് ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്,
അതെല്ലാം ഈ ഒരു പിഎച്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. പിഎച്ചിനകത്ത് ചേഞ്ചസ് വരാം. ഓക്കെ. പിന്നെ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രോട്ടീന്റെ പ്രസൻസ് യൂറിനകത്ത് ഉണ്ടെങ്കിൽ അത് റീനൽ ഡിസീസിനെയാണ്, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഡാമേജിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലൂക്കോസ് യൂറിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാം അല്ലേ, ഡയബറ്റിസ് ആണ്. ഡയബറ്റിസ് ആയിരിക്കും. ഗ്ലൂക്കോസ് കണ്ടന്റ് യൂറിനകത്ത് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയബറ്റിസ് തന്നെയാണ്, അതായത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിസ് ഉണ്ട് അല്ലെ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ട്, അത് ഹോർമോണൽ ഇംബാലൻസ് കാരണമായിട്ട് വരുന്നതാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിന്റെ ഇത് കാരണം ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഉണ്ടല്ലോ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസുലിൻ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലാത്തൊരു കേസാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻസുലിൻ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസുലിൻ റിസെപ്റ്റേഴ്സ് ഡാമേജ്ഡ് ആയതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട. എനിവേ നമ്മളെ യൂറിനകത്ത് ഗ്ലൂക്കോസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിസ് ഉള്ളതുകൊണ്ട് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ. പിന്നെ ഉള്ളത് കീറ്റോൺസ് ആണ്. കീറ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ആണ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതിന്റെ മുകളിലാണ്. മറ്റേ ഗ്ലൂക്കോസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു കൺട്രോളബിൾ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കും ഉണ്ടാവുക ഡയബറ്റിസ് ഉള്ളത്. പക്ഷെ കീറ്റോൺസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ഡയബറ്റിസ് ആണുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർവേഷൻ, നമ്മൾ കുറെ ഫുഡ് കഴിക്കാണ്ട് ഫുഡും വെള്ളമൊന്നും കുടിക്കാണ്ട് സ്റ്റാർവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പട്ടിണി കിടന്നു കഴിഞ്ഞാലും ഈ ഒരു കീറ്റോൺസ് ഉണ്ടാവാം. കീറ്റോജനിക് ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആളുകളിലും ഈ ഒരു കീറ്റോൺസിന്റെ കണ്ടന്റ്, യൂറിനകത്ത് കീറ്റോൺ കണ്ടന്റ് കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നുള്ളതാണ് ബിലിറൂബിൻ അല്ലെങ്കിൽ യൂറോ ബിലിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിൻ ആയിട്ട് ബിലിറൂബിൻ ഒക്കെ എവിടെയുള്ളത്, ലിവറിനകത്താണുള്ളത് അല്ലെ. ലിവറിനകത്തുള്ളതാണ് ബിലിറൂബിൻ യൂറോ ബിലിനോജൻ ഒക്കെ. അപ്പം ലിവറിന് എന്തെങ്കിലും അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ലിവറിന് എന്തെങ്കിലും ഡിസീസോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് അതായത് ഇപ്പം ബിലിറൂബിൻ ബേസിക്കലി ഫോം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ RBC എന്നുണ്ടല്ലോ, അതായത് ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്, അവരുടെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 120 ഡേയ്സ് ആണ്. ഈ 120 ഡേയ്സ് കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യുന്നത്, ഇവരെ ബ്രേക്ക് ചെയ്യും, ഇവരെ റപ്ചർ ചെയ്യും. ആ ഒരു ഇവരെങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ടൈമില് വരുന്നതാണ് ബിലിറൂബിൻ. ആ ഒരു സമയത്ത് വരുന്ന ഫോം ചെയ്യുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു RBCനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബിലിറൂബിൻ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ബിലിറൂബിൻ യൂറിനകത്ത് ഉണ്ടെങ്കിൽ അത് ലിവർ ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഹീമോലൈസിസിനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നൈട്രൈറ്റ്സ് ആണ്. നൈട്രൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനകത്ത് നൈട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് ആണുള്ളത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ WBCന്റെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. WBC എന്ന് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആന്റിജൻ അല്ലെങ്കിൽ ഒരു പാത്തജൻ നമ്മളെ ബോഡിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിഴുങ്ങുകയാണ് ചെയ്യുക. അവര് ഇതേപോലെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ ഒരു WBC. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള ഒരു ഫോറിൻ ബോഡി എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിഴുങ്ങിയിട്ട് നമ്മളെ സേഫ് ആക്കുന്ന ആളുകളാണ് WBC. ഇപ്പോൾ WBC എസ്ട്രൈസ് എന്നിട്ടുള്ള, അതായത് ല്യൂക്കോസൈറ്റ്സിനെ എസ്ട്രൈസ് ചെയ്യുന്ന ആ ഒരു എൻസൈം ആണ് ഇത് ല്യൂക്കോസൈറ്റ് എസ്ട്രൈസ്. അത് നമ്മളെ യൂറിനകത്തുണ്ടെങ്കിൽ ഒരുപാട് WBC പ്രസന്റ് ആണ് നമ്മളെ ബോഡിക്കകത്ത് മനസ്സിലാക്കാം. അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, WBCന്റെ പ്രസൻസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻഫെക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് ആണ്. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെമിക്കലി എക്സാമിൻ ചെയ്യുന്നത്. ഇനി മൈക്രോസ്കോപ്പിക്കലി നമുക്ക് എന്തെല്ലാം എക്സാമിൻ ചെയ്യാം, സെൽസിനെ എക്സാമിൻ ചെയ്യാം. RBC ഉണ്ടോ, RBC നമ്മൾ അതായത് റെഡ് ബ്ലഡ് സെൽസ് നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. RBC ഉണ്ടെങ്കിൽ എന്താണ്, ബ്ലീഡിംഗ് ഉണ്ട്, അതായത് യൂറിനകത്ത് RBC പ്രസന്റ് ആണെങ്കിൽ ബ്ലീഡിങ്ങിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. WBC നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷൻ, നമ്മളെ ബോഡിക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ WBC യൂറിനകത്ത് പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, കിഡ്നി സ്റ്റോൺസ് അല്ല, അതായത് റീനൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ക്രിസ്റ്റൽസ് ഉണ്ടാവും. അതുപോലെ വേറെ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ്, നമ്മള് മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽസ് ഉണ്ടാവും. പിന്നെ കാസ്റ്റുകളാണുള്ളത്, അതായത് കിഡ്നിന്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നതാണ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അത് യൂഷ്വലി നമുക്ക് നമ്മളെ നേക്കഡ് ഐസിൽ തന്നെ വിസിബിൾ ആയിട്ടുണ്ടാവും. കുറച്ച് തിൻ ആയിട്ടുള്ള ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അത് ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റ്, പ്രോട്ടീൻ, RBC എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഫിസിക്കലി നമുക്ക് കളർ, ക്ലാരിറ്റി, ഓർഡർ എക്സാമിൻ ചെയ്യാം. കെമിക്കലി നമുക്ക് pH, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, കീറ്റോൺസ്, ബിലിറൂബിൻ അല്ലെങ്കിൽ യൂറോബിലിനോജൻ, നൈട്രേറ്റ്സ്, ല്യൂക്കോസൈഡ് എസ്റ്ററേസിനൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യാം. മൈക്രോസ്കോപ്പിക്കലി നമുക്ക് സെൽസിനെ എക്സാമിൻ ചെയ്യാം, ക്രിസ്റ്റൽസിന് നോക്കാം, കാസ്റ്റിനെ നോക്കാം. ഇനി ഇതൊക്കെ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് കഴിഞ്ഞാൽ ഇവർ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, പിന്നെ കിഡ്നി ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ആയിട്ട് നമുക്ക് കിഡ്നീന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ യൂറിൻ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് കിഡ്നീന്റെ ഡിസീസസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് സ്പ്യൂട്ടം. സ്പ്യൂട്ടം അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കളക്ഷൻ നോക്കാം. കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോർമൽ ആയിട്ട് എക്സ്പെക്ടറേഷൻ, അതായത് ഡീപ്പ് കഫ്. മോർണിംഗ് ടൈമിൽ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ, കഫും കാര്യങ്ങളും ചുമക്കുന്നതൊക്കെ മോർണിംഗ് ടൈമിൽ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നല്ല ഡീപ്പായിട്ട് ചുമച്ചതിന് ശേഷം ആ ഒരു സ്പ്യൂട്ടം കളക്ട് ചെയ്യാന്നുള്ളതാണ് ഒരു മെത്തേഡ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിൽ ചെയ്യുക, അതായത് നോസ് വഴി ഈ ഒരു ഹൈപ്പർട്ടോണിക് സലൈൻ സൊല്യൂഷനെ നമ്മളെ ത്രോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോസിൽ കൂടി മേ ബി നേസൽ ഡ്രോപ്സ് പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഹൈപ്പർട്ടോണിക് സലൈൻ സൊല്യൂഷനെ നമുക്ക് ഈ ഒരു ത്രോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടാവും. അതിനകത്ത് ഈ ഒരു സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ഹൈപ്പർട്ടോണിക് എന്ന് പറയുന്നത്. അപ്പം ഹൈപ്പർട്ടോണിക് സലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മൾ NaCl തന്നെയാണ്. സലൈൻ സൊല്യൂഷനകത്തുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ NaCl ആണ്. NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാൾട്ട് അല്ല, ലാബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സോൾട്ട് ഉണ്ട്. ഓക്കെ, ലാബോറട്ടറി NaCl എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് സോൾട്ട് ഉണ്ട്. അതും ഒരു പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ അതിൽ മിക്സ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പർട്ടോണിക് സലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മിക്കവാറും ഈ ഒരു ഇൻഹലേഷൻ മെത്തേഡ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ നോസ് വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പർട്ടോണിക് സലൈൻ ത്രോട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണമായിട്ട് ഈ ഒരു സലൈൻ എന്ത് ചെയ്യും? സ്പ്യൂട്ടം പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യും. അതായത് സലൈൻ സൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അത് പിന്നീട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് സ്പ്യൂട്ടം കളക്ട് ചെയ്യുന്നത്. പിന്നെ സ്പ്യൂട്ടത്തിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കലി നമ്മൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളത് നോക്കാം. ഒന്നാമത് കളറാണ് ഒബ്സർവ് ചെയ്യുന്നത്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളർഡ് ആയിട്ടുള്ള സ്പ്യൂട്ടം ആണെങ്കിൽ അത് ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ടിഞ്ചഡ് ആയിട്ടുള്ള സ്പ്യൂട്ടം, അതായത് സ്ലൈറ്റ്ലി ഒരു റെഡ് കളർ പോലെയൊക്കെയുള്ള ബ്ലഡിന്റെ ചെറിയ പാച്ചസ്, ബ്ലഡിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് സ്പ്യൂട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് TBനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ട്യൂബർകുലോസിസ്. ക്ഷയരോഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ട്യൂബർകുലോസിസിനെ അല്ലെങ്കിൽ മാലിഗ്നൻസി നമ്മൾ പറഞ്ഞു ലങ് ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് സ്പ്യൂട്ടം വഴി ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്പ്യൂട്ടത്തിനകത്ത് ചെറിയ ബ്ലഡിന്റെ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡിന്റെ എന്തെങ്കിലും ടിഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എയ്തർ അത് ട്യൂബർകുലോസിസ് ആവാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് എവിടെയെങ്കിലും ഒരു മാലിഗ്നൻസി അല്ലെങ്കിൽ ട്യൂമർ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് അത് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കൺസിസ്റ്റൻസി ആണ് പറയാനുള്ളത്. തിക്ക് ആയിട്ടുള്ള സ്പ്യൂട്ട് ആണെങ്കിൽ അത് ഇൻഫെക്ഷനെ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം വളരെ തിക്ക് ആയിട്ടുള്ള സ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ക്രോണിക് കണ്ടീഷൻസിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് pH അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ ടെസ്റ്റുകളൊക്കെ സ്പ്യൂട്ടത്തിൽ അധികം ചെയ്യാറില്ല. ഓക്കെ, അതിന്റെ ഒന്നും വലിയൊരു അതുകൊണ്ട് നമുക്ക് അധികം കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനോ ഡയഗ്നോസ് ചെയ്യാനോ കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ കെമിക്കൽ എക്സാമിനേഷൻസ് വളരെ റെയർ ആയിട്ടേ ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്രാം സ്റ്റെയിൻ ആണ്. ഗ്രാം സ്റ്റെയിൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലെ. ആ ഒരു സ്റ്റെയിനിങ് വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയൽ പാത്തജൻസ് സ്പ്യൂട്ടത്തിനകത്ത് പ്രസന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രാം സ്റ്റെയിൻ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ ഏത് കളറാ? പേർപ്പിൾ കളർ ആയിരിക്കും. അതേപോലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ എന്താണ്? പിങ്ക് കളർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പിന്നീട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ആണ്. അത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. നമ്മൾ പറഞ്ഞു ട്യൂബർകുലോസിസ് നമ്മൾക്ക് സ്പ്യൂട്ടം വഴി ഡിറ്റക്ട് ചെയ്യാം. ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയന്റെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ. ഓക്കെ, എന്ത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ് നമുക്ക് ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്നത്.
അതിന് ഈ ഒരു മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ. ഓക്കെ, പിന്നെ ഇതിന്റെ കൾച്ചർ വെച്ചിട്ട് നമുക്ക് കൾച്ചറിങ് ചെയ്തിട്ട് എന്തെല്ലാം ഡിറ്റക്ട് ചെയ്യാം? ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ്, മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഇത്തരം കാര്യങ്ങൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സൈറ്റോളജി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മാലിഗ്നന്റ് ആയിട്ടുള്ള സെൽസ്, മാലിഗ്നൻസി അതായത് എന്തെങ്കിലും ട്യൂമറോ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനാണ് സൈറ്റോളജി യൂസ് ചെയ്യുന്നത്. സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ അനാലിസിസ് ആണ്, സെല്ലുകളെ അനലൈസ് ചെയ്യുക. അതായത് മേ ബി സ്ഫുടത്തിന്റെ കൂടെ സെൽസ് ഒക്കെ വിസിബിൾ ആയിരിക്കും. അപ്പൊ ആ സെൽസിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാലിഗ്നൻസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ട്യൂബർകുലോസിസ്, ലങ് ക്യാൻസർ പോലുള്ള ഡിസീസസിനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്യൂട്ടം അനാലിസിസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് നമ്മൾക്ക് പറയാനുള്ളത് സ്റ്റൂൾ അനാലിസിസ് ആണ്. ഇപ്പൊ സ്റ്റൂൾ അനാലിസിസിനകത്ത് സാമ്പിൾ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ കണ്ടെയ്നർ, സ്റ്റെറിലൈസ്ഡ്. മെയിൻ ആയിട്ട് നമ്മൾ ഈ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ, സാമ്പിൾ കളക്ഷൻ ബോട്ടിൽസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ യൂറിൻ, ഈ സ്റ്റൂള് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് യൂറിനുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് അപ്പൊ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കളക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? യൂറിൻ ഇൻക്ലൂഡഡ് ആവാത്ത സ്റ്റൂൾ വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? റിസൾട്ടിനകത്ത് യൂറിന്റെ ഡാറ്റ കൂടി ഉണ്ടാവും. അത് കാരണമായിട്ട് നമുക്ക് എന്താ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എറേഴ്സ് അതിനകത്ത് വരും. അത് കാരണം നമ്മൾ ഡാറ്റ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ചേഞ്ചസ്, ആക്ച്വൽ കണ്ടീഷനകത്തുനിന്ന് ഒരുപാട് ചേഞ്ചസ് വരും. സോ നമ്മൾ എന്ത് ചെയ്യണം? യൂറിനും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റൂളും മിക്സ് ആവാണ്ട് വേണം കളക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് കളക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം സ്റ്റൂളിന്റെ കേസിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പോലെ ഫിസിക്കൽ എക്സാമിനേഷൻ. നമുക്ക് നോർമലി നമ്മളെ ഐസ് കൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കളറാണ്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് കളർഡ് ആയിട്ടുള്ള സ്റ്റൂൾ ആണെങ്കിൽ അത് അപ്പർ GI ബ്ലീഡിങ്ങിനെ, അതായത് അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിന്റെ ബ്ലീഡിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിൽ അപ്പർ പോർഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണല്ലോ ലോവർ പോർഷൻ. അങ്ങനെ ലോവർ പോർഷനിലൂടെയും പാസ് ചെയ്തിട്ട് പിന്നെ റെക്റ്റം വഴി ഏനസ് വഴിയാണ് ഈ ഒരു സ്റ്റൂൾ പുറത്തോട്ട് വരുന്നത്. അപ്പം അപ്പർ പോർഷനിൽ ഇപ്പൊ നമ്മളെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിന്റെ അപ്പർ പോർഷനിൽ ബ്ലീഡിംഗ് ഉണ്ട് വിചാരിക്കുക. അപ്പം ഈ സ്റ്റൂള് ഈ അപ്പർ പോർഷനിൽ പിന്നെ ലോവർ പോർഷനിലൊക്കെ എത്തിയിട്ട് റെക്റ്റത്തിൽ എത്തി കുറച്ച് സമയം നിന്നിട്ട് പിന്നെ ആനസിലൂടെ വരുന്ന ടൈം ആകുമ്പോഴേക്കും ബ്ലഡ് എന്താവും? ഡ്രൈ ആയിട്ടുണ്ടാവും. നമുക്കെല്ലാം നോർമലി അറിയാലേ, നമ്മൾ ബ്ലഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് സ്റ്റൂളിനകത്തും. ഈ ഒരു അപ്പർ GI ട്രാക്റ്റിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലഡ് സ്റ്റൂളിനകത്ത് ആയിട്ടുണ്ടാവും. പക്ഷെ ഈ ബൈ ദ വേ സ്റ്റൂൾ പുറത്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും ബ്ലഡ് ഒക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു ബ്ലാക്ക് കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ബ്ലാക്ക് കളർ ആയിട്ടുള്ള സ്റ്റൂൾ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പർ GI ട്രാക്റ്റിനുള്ള ബ്ലീഡിങ്ങും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനിയിപ്പം റെഡ് കളർ ആയിട്ടുള്ള സ്റ്റൂൾ ആണെങ്കിൽ എന്താ? അത് ലോവർ GI ട്രാക്റ്റില. കാരണം ലോവർ GI ട്രാക്റ്റിലകത്തുനിന്ന് സ്റ്റൂള് പിന്നെ അധിക സമയം വെയിറ്റ് ചെയ്യുന്നില്ല. അതായത് ആ ഒരു ബ്ലഡിന് ഡ്രൈ ആവാനുള്ള ടൈം കിട്ടുന്നതിന് മുന്നേ തന്നെ സ്റ്റൂള് പുറത്ത് വരുന്നുണ്ട്. ലോവർ GI ട്രാക്റ്റ് ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ബ്ലഡ് ഡ്രൈ ആവുന്നതിന്റെ മുന്നേ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റൂള് പുറത്ത് വരും. സോ ആ സ്റ്റൂൾ അനലൈസ് ചെയ്യുന്ന ടൈമിൽ റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ബ്ലാക്ക് കളർ ആണെങ്കിൽ അപ്പർ GI ട്രാക്റ്റിനാണ് ബ്ലീഡിംഗ് ഉള്ളത്, റെഡ് കളർ ആണെങ്കിൽ ലോവർ GI ട്രാക്റ്റിനകത്താണ് ബ്ലീഡിംഗ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പെയിൽ കളർ ആണെങ്കിൽ ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മളെ ബൈൽ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആണ്. നമ്മൾ ഫാറ്റിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ബൈൽ ഡക്റ്റിലൂടെ വന്ന് പാസ് ചെയ്തിട്ടാണ് ഈ ഒരു ബൈൽ ജ്യൂസ് നമ്മളെ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വരുന്നത്. എന്നിട്ട് അതിനുശേഷം ഇത് ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൽ ഡക്റ്റിന്റെ ബ്ലോക്കേജ് ആണ്. ഓക്കെ, ബൈൽ ഡക്ട് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ബൈൽ ജ്യൂസ് പ്രോപ്പർ ആയിട്ട് നമ്മളെ സ്റ്റൊമക്കിലേക്ക് വരില്ല. അപ്പോ എന്താണ് ഫാറ്റ് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ഓക്കെ, ഫാറ്റ് ഡൈജഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അത് കാരണമായിട്ട് നമ്മളെ സ്റ്റൂൾ ഒരു പെയിൽ കളർഡ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് കളറിനകത്ത് പറയുള്ളത്. ബ്ലാക്ക് ആണെങ്കിൽ അപ്പർ GI ബ്ലീഡിംഗ് ആയിരിക്കും, റെഡ് ആണെങ്കിൽ ലോവർ GI ബ്ലീഡിംഗ് ആയിരിക്കും, പെയിൽ കളർ ആണെങ്കിൽ ബൈൽ ഡക്റ്റിന്റെ ഒബ്സ്ട്രക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
പിന്നെ കൺസിസ്റ്റൻസി ആണ്. ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലേ? ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ലൂസ് മോഷൻ എന്നൊക്കെ പറയും. അത് ഇൻഫെക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മാൽ അബ്സോർപ്ഷൻ, അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസിനെ പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നില്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഡയറിയ. അതുപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റൂൾ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ വന്നിട്ടുള്ളത് കെമിക്കൽ എക്സാമിനേഷൻ ആണ്. കെമിക്കൽ എക്സാമിനേഷനിൽ ഒന്ന് ഓക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളർ സ്റ്റൂൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലഡിന്റെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾക്ക് മേ ബി ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാണ്ട് സ്റ്റൂളിനകത്തോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഹിഡൻ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഓക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഹിഡൻ ആയിട്ടുള്ള ബ്ലഡിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫീക്കൽ ഫാറ്റ് ആണ്. ഫീക്കൽ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫീക്കൽ മാറ്ററിനകത്ത് അല്ലെങ്കിൽ സ്റ്റൂളിനകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഫാറ്റ് ഒന്നും അബ്സോർബ് ചെയ്തിട്ടില്ല. ഓക്കെ, അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ഫീക്കൽ മാറ്ററിൽ ഉണ്ടാവുമോ? ഫീക്കൽ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്കും നമ്മളെ ബോഡി വേസ്റ്റ് ആണല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുനിന്ന് അബ്സോർബ് ചെയ്യാത്ത നമ്മളെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് ആണ് നമ്മൾ ഫീക്കൽ മാറ്റർ ആയിട്ട് നമ്മൾ പുറന്തള്ളുന്നത്. ഓക്കെ, അപ്പൊ ഫാറ്റ് ഈ ഒരു ഫീക്കൽ മാറ്ററിന്റെ കൂടെ പുറന്തള്ളിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫാറ്റിന്റെ അബ്സോർപ്ഷൻ അവിടെ നടന്നിട്ടില്ല. മേ ബി അതിന് കാരണം എന്തായിരിക്കും? ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കാതിരിക്കാൻ വേണ്ടി ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഫാറ്റിന്റെ ഡൈജഷൻ നടക്കണമെങ്കിൽ ആര് വേണം? ബൈൽ ജ്യൂസ് വേണം അല്ലെ? ബൈൽ ജ്യൂസ് ഇല്ലാത്തത് കൊണ്ട്, ഇപ്പം ബൈൽ ഡക്റ്റിന് ഒബ്സ്ട്രക്ഷൻ വന്നത് കൊണ്ടാവാം ഫാറ്റിനെ അബ്സോർബ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും അബ്സോർപ്ഷന്റെ കേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമ്മളെ ബോഡിക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലെ മാൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കേസ് പറഞ്ഞല്ലോ. അതായത് ന്യൂട്രിയൻസിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കും, പക്ഷെ ബോഡിക്ക് അകത്തേക്ക് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതെ വരുന്ന ഒരു കേസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കേസ് ആണെങ്കിൽ എന്ത് പറ്റും? ഈ ഫാറ്റ് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ഫീക്കൽ മാറ്ററിന്റെ കൂടെ പുറന്തള്ളും. സോ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കെമിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് എന്തിന്റെ, അതായത് സ്റ്റൂളിന്റെ കെമിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നുള്ളതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നമ്മൾ സ്റ്റൂളിനെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴി എന്താ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പാരസൈറ്റ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്ടിനകത്ത് നമ്മൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള പാരസൈറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്തജൻസോ ഒക്കെ പ്രസന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഓവ അല്ലെങ്കിൽ ചെറിയ ലാർവൽ ഫോംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇൻഫെക്ഷൻസ്, ഈ പാരസൈറ്റ്സ് കാരണമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ബാക്ടീരിയൽ കൾച്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് പാത്തജനിക് ആയിട്ടുള്ള ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്പെസിഫിക് ഓർഗാനിസം, ഓരോ പെർട്ടിക്കുലർ ഓർഗാനിസം നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാത്തജൻ ബോഡിക്കകത്ത് ഉണ്ടോ അതെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റൂളിനകത്ത് പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റെയിനുകൾ ഉണ്ട്. ഓരോ ഓർഗാനിസത്തിനുള്ള ഓരോ പെർട്ടിക്കുലർ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഗിയാർഡിയ, ക്രിപ്റ്റോസ്പോറിഡിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഈ ഓർഗാനിസംസ് ആണ്. ഓക്കെ, അതിനൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെയിൻ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റൂൾ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫെക്ഷൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മാലബ്സോർപ്ഷൻ സിൻഡ്രോം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂട്രിയൻസ് ഉണ്ടാവും പക്ഷെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റൂൾ അനലൈസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ GI ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ടിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടോ, അത് അപ്പർ പാർട്ടിലാണോ ലോവർ പാർട്ടിലാണോ എന്ന് വരെ നമുക്ക് സ്റ്റൂൾ ഡയഗ്നോസ് ചെയ്ത് സ്റ്റൂളിനെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് നമുക്ക് സ്റ്റൂളിനകത്തുനിന്നും ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, പിന്നുള്ളതാണ് സെമൻ. ഓക്കെ, സെമൻ അനാലിസിസ് ആണ് ഇനി അടുത്ത് പറയാനുള്ളത്. അപ്പം സെമൻ അനാലിസിസിന് വേണ്ടിയിട്ട് സെമൻ നമ്മൾ കളക്ട് ചെയ്യണം. അതിന് എയ്തർ മാസ്റ്റർബേഷൻ വഴി കളക്ട് ചെയ്യാം. അതായത് പക്ഷെ മാസ്റ്റർബേഷൻ വഴിയാണ് മെയിൻ ആയിട്ട് നമ്മൾ സെമൻ കളക്ട് ചെയ്യുന്നത്. അനാലിസിസിന് വേണ്ടിയിട്ടുള്ള സെമൻ കളക്ട് ചെയ്യുന്നത് മാസ്റ്റർബേഷൻ വഴിയാണ്. പക്ഷെ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2 to 7 ഒരു മിനിമം 2 days എങ്കിലും ആബ്സ്റ്റിനന്റ് ആയിട്ട് വേണം പിന്നീട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് സെമൻ കളക്ട് ചെയ്യാൻ. അതായത് ഒരു മിനിമം 2 അല്ലെങ്കിൽ 7 days വരെ നമ്മൾ സിവിയാരിറ്റി കാര്യങ്ങൾ ഏത് ഡിസീസാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഡിറ്റക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഡേറ്റും കാര്യങ്ങളും എത്ര ഡേയ്സ് ആണ് ആബ്സ്റ്റിനൻസ് വേണ്ടത് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഇന്റർകോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റർബേഷനോ ഒന്നും ഇല്ലാത്ത ടൈമിനാണ് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ദിവസം നമ്മൾ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഇന്റർകോഴ്സ് ഒന്നും ചെയ്യാണ്ട് സെമൻ പ്രിസർവ് ചെയ്ത് വെക്കണം. പ്രിസർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ഈ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട്
ഒരു 2 to 3 days അല്ലെങ്കിൽ 7 days വരെ അത് കീപ്പ് ചെയ്യുക. സെമൻ അതുപോലെ മാസ്റ്റർബേഷൻ ഒന്നും ചെയ്യാതെ കീപ്പ് ചെയ്തിട്ട് പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമ്മൾ എന്ത് ചെയ്യും, മാസ്റ്റർബേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സെമനെ പുറത്തെടുക്കുന്നത്. എന്നിട്ട് ഈ സെമനെയാണ് പിന്നെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ക്വാണ്ടം യൂസ് ചെയ്തിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ക്വാണ്ടം യൂസ് ചെയ്യുന്ന ടൈമിൽ നോൺ ലൂബ്രിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ക്വാണ്ടംസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് ആണ്. അപ്പൊ അത് സ്പേമായിട്ട് ഇന്റർഫെയർ ചെയ്തിട്ട് സ്പേമിന്റെ എന്തെങ്കിലും അഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സെമൻ അനലൈസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് സ്പേം ആണ് അനലൈസ് ചെയ്യുന്നത്. അതായത് മെയിൽഗമേറ്റ് ആയിട്ടുള്ള സ്പേമിന്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമൻ അനലൈസ് ചെയ്യുന്നത്. സോ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്പേമിനെ കെമിക്കൽ നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത അല്ലെങ്കിൽ സെമന്റെ തന്നെ ആ ഒരു കെമിക്കൽ നേച്ചർ നോർമൽ കെമിക്കൽ നേച്ചറിനെ ഇന്ററപ്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം കളക്ട് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോൺ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കോണ്ടം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോൺ സ്പെർമിസൈഡൽ ആയിട്ടുള്ള കോണ്ടം വേണം യൂസ് ചെയ്യാൻ. സ്പെർമിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമിനെ കില്ല് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ സ്പെർമിസൈഡ്സ് ഒക്കെ നമ്മൾ ആക്ച്വലി അത് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടി സ്പേമിനെ കില്ല് ചെയ്യാനുള്ള ചില കോണ്ടംസിനകത്തൊക്കെ സ്പെർമിസൈഡ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ അതുപോലുള്ള കോണ്ടംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേംസ് ഒക്കെ കിൽഡ് ആവും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെമന്റെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സെമന്റെ വോളിയം 1.5 to 5 milliliters ആണ്. നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അറ്റ് എ ടൈം ഒരു മാസ്റ്റർബേഷന്റെ എൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമന്റെ വോളിയം ആണ് ഈ പറഞ്ഞിട്ടുള്ളത് 1.5 to 5 milliliters ആണ്. പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞിട്ടുള്ളത് വൈറ്റിഷ് ഗ്രേ കളറാണ്. അതേപോലെ അത് യെല്ലോയിഷ് കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കെമിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാന്ന് നോക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ pH ആണ്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെമൻ സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചർ ആണ്. അതായത് 7.2 to 8 വരെയാണ് അതിന്റെ ഒരു pH വരുന്നത്. സോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചർ ആണ്. പിന്നെ ഫ്രക്ടോസ് പ്രസന്റ് ആണെങ്കിൽ സെമിനൽ വെസിക്കിളിന്റെ ഫംഗ്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ സ്പെർം കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്പെർം കൗണ്ട് എന്താണ്, ഗ്രേറ്റർ ദാൻ 15 million per milliliter. അതായത് 1 milliliter ഓഫ് സെമനകത്ത് മോർ ദാൻ 15 million വേണം. ഏറ്റവും കുറഞ്ഞത് 15 million സ്പെർം എങ്കിലും ഓഫ് സെമനകത്ത് പ്രസന്റ് ആയിരിക്കണം. അതാണ് നോർമൽ സ്പെർം കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മോർട്ടിലിറ്റി ആണ്. മോർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർം നമ്മൾക്കിപ്പോ നമ്മൾ പറഞ്ഞു 1 milliliterനകത്ത് തന്നെ 15 million സ്പെർം അല്ലെങ്കിൽ അതിലധികം സ്പെർം പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് എല്ലാ സ്പെർമും ഒരുപോലെ മൊട്ടയിൽ ആവണമെന്നില്ല. അതിനകത്ത് നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സ്പെർംസ് ഉണ്ടാവാം, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സ്പെർംസ് ഉണ്ടാവാം, ഒരു ആവറേജ് ആയിട്ടുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന സ്പെർം ഉണ്ടാവാം, വളരെ കുറഞ്ഞ മോട്ടിലിറ്റി ഉള്ള സ്പെർം ഉണ്ടാവാം, മേ ബി തീരെ മൂവ് ചെയ്യാത്ത സ്പെർംസ് ഉണ്ടാവാം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അതായത് എല്ലാ സ്പെർമും ഒരുപോലെ മൂവ് ചെയ്യണം എന്നില്ല, അതൊക്കെ നോർമലാണ്. പക്ഷെ ഒരു നോർമൽ റേഞ്ച് ഓഫ് പെർസെന്റേജ് ഓഫ് മോട്ടൈൽ ആയിട്ടുള്ള ഫാസ്റ്റ് മോട്ടൈൽ ആയിട്ടുള്ള സ്പെർംസ് സെമനകത്ത് പ്രസന്റ് ആവണം. അങ്ങനെയാണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ കേസ്. ഓക്കെ, ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് പ്രോപ്പർ ആയിട്ടുള്ള മോട്ടൈൽ ആയിട്ടുള്ള സ്പെർംസ് സെമനകത്ത് പ്രസന്റ് ആയാൽ മതി. ബാക്കി എല്ലാ സ്പെർമും ഒരുപോലെ തന്നെ മോട്ടൈൽ ആവണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെയാണ് മോർഫോളജി. മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർം നമ്മളിപ്പോ നേരത്തെ സ്പെർമിന്റെ ഷേപ്പ് കാണിച്ചു തന്നു അല്ലെങ്കിൽ സ്ട്രക്ചർ കാണിച്ചു തന്നു, ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നോർമൽ ഷേപ്പിലുള്ള സ്പെർംസ് ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു നോർമൽ റേഞ്ച് ഓഫ് പെർസെന്റേജിൽ ഉള്ള സ്പെർംസ് നോർമൽ ഷേപ്പ് ഉള്ളതായാൽ മതി. അല്ലാതെ എല്ലാ സ്പെർംസും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഫോളോ ചെയ്യണമെന്നില്ല. ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് സ്പെർംസിന് നോർമൽ ഷേപ്പ് ഉണ്ടായാൽ അതൊരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ WBC, അതായത് ഇപ്പം നമ്മൾ നേരത്തെ യൂറിന്റെ കേസ് പറഞ്ഞപ്പോഴും പറഞ്ഞു WBC യൂറിനകത്ത് കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സെമന്റെ കേസും. സെമന്റെ കേസിലും WBCന്റെ എമൗണ്ട് കൂടുതലായി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ സ്പെർം എന്തിനാ അനലൈസ് ചെയ്യുന്നത്? സ്പെർം അനാലിസിസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫെർട്ടിലിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫെർട്ടൈൽ ആണോ, ഫെർട്ടിലിറ്റി ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, നോർമൽ ആയിട്ട് റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്, സെമൻ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് CSFന്റെ അനാലിസിസ്, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ അനാലിസിസ്. ഓക്കെ, അത് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബാർ പങ്ക്ചർ ആണ്. നമ്മളെ ലോവർ ബാക്കിൽ നിന്ന് ഒരു സ്റ്റെറൈൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ
ഒരു ലോവർ ബാക്ക് പൊസിഷനിൽ ആണ്. 2 വെർട്ടബ്രേന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവുക. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. സോ ആ 2 വെർട്ടബ്രേന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചിട്ട് അത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മള് സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽ യൂസ് ചെയ്യണം, അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. പിന്നെ നമ്മൾ ഇതിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. നോർമൽ ആയിട്ടുള്ള CSF ആണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും, അതേപോലെ കളർലെസ് ആയിരിക്കും. പിന്നെ യെല്ലോ ആണെങ്കിൽ എന്താണ്, ബ്ലീഡിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ മേ ബി കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. യൂറിൻ ഒക്കെ യെല്ലോ ആണെങ്കിൽ എന്തായിരുന്നു, ജോണ്ടീസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ ആയിരുന്നു അല്ലെ. അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റെഡ് കളർ, റെഡിഷ് കളർ ഒക്കെ ആയിരിക്കും വിചാരിക്കണം. പക്ഷെ ഇവിടെ യെല്ലോ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ബ്ലീഡിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ബിലിറൂബിന്റെ ട്രാൻസ്മിഷൻ ആയിരിക്കും. അതായത് ബ്ലീഡിങ് കാരണമായിട്ട് എക്സസ് ബിലിറൂബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണമായിട്ട് വരാനും മതി. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ അറിയില്ല. പക്ഷെ നമ്മൾ അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എനിവേ CSFനകത്ത് യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലീഡിംഗ് ആണ്. യൂറിനകത്ത് യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജോണ്ടീസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെമനകത്ത് യെല്ലോ കളർ ഉണ്ടെങ്കിൽ എന്താ, അത് ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളെ നമ്മൾക്ക് നോക്കാനുള്ളൂ. പിന്നെ നമ്മൾ ക്ലാരിറ്റി ആണ്. നോർമലി പറഞ്ഞിട്ടുള്ള CSF വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അത് ടേർബിഡ് അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ട് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കെമിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ് പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, ലാക്ടേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെമിക്കലി എക്സാമിൻ ചെയ്യുന്നത്. പ്രോട്ടീൻ എലിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് പ്രസന്റ് ആണെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ് പോലെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാലിഗ്നൻസി, അതായത് മാലിഗ്നൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൽ മാസ് അല്ലെങ്കിൽ ഒരു ബോൾ ഓഫ് സെല്ല് ഫോം ചെയ്യുന്ന കണ്ടീഷൻ, ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്രോട്ടീൻസിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ, CSFനകത്ത് പ്രോട്ടീന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻ ആവാം, ഇൻഫ്ലമേഷൻ ആവാം, അല്ലെങ്കിൽ മേ ബി മാലിഗ്നൻസി വരെ ആവാം. പിന്നെ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണെങ്കിലാണ് ഗ്ലൂക്കോസ് CSFൽ പ്രസന്റ് ആവുന്നത്. ഓക്കെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ CSFനകത്ത് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലായിരിക്കും. പിന്നെ ലാക്ടേറ്റ് ആണ്. ലാക്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ലാക്ടേറ്റിന്റെ എമൗണ്ടും കൂടുതലായിരിക്കും. അതുപോലെ ഇസ്കിമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും ലാക്ടേറ്റിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഇസ്കിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ ബോഡീന്റെ പെർട്ടിക്കുലർ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാം. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, ഇപ്പം ഇസ്കിമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിനെയാണ് നമ്മൾ ഇസ്കിമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലാക്ടേറ്റ്, ഈ പറഞ്ഞിട്ടുള്ള CSFനകത്ത് ലാക്ടേറ്റിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ നമ്മളെ ബോഡി പാർട്സിനകത്തുള്ള ബ്ലഡ് ഫ്ലോ കുറവാണെന്ന് മനസ്സിലാക്കാം. പിന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, അതിനകത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ് സെൽ കൗണ്ട്. സെൽ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, WBCന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഇൻഫെക്ഷൻ ആണ് വരുന്നത്. RBCന്റെ എമൗണ്ട് ആണ് കൂടുതലെങ്കിൽ ബ്ലീഡിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാം സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ഡിറ്റക്ട് ചെയ്യുന്നത്, ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയൽ പാത്തജൻസിനെയാണ് ഗ്രാം സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെയിൻസ് അല്ലെങ്കിൽ PCR ഒക്കെ യൂസ് ചെയ്തിട്ട്, PCR പറഞ്ഞു അല്ലെ, എല്ലാവർക്കും യൂണീക്ക് ആയിട്ടുള്ള DNA ആണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഏതെങ്കിലും പ്രത്യേക തരം പാത്തജൻ അല്ലെങ്കിൽ പ്രത്യേക തരം ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, സ്പെഷ്യൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാം. അതിലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കണമെങ്കിൽ PCR യൂസ് ചെയ്യാം. ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ വൈറസ് ഇതിന്റെ പ്രസൻസ് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്പെഷ്യൽ സ്റ്റെയിൻസോ PCR യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു CSFനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെനിഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാം. അതേപോലെ എൻസെഫലൈറ്റിസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഹെമറേജ്, ബ്ലീഡിംഗ് ആണ് ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ CNSനുള്ള മറ്റുള്ള ഡിസീസസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു CNS എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ നമ്മൾക്ക് നോക്കിയാൽ മതി, CSFനെ അനലൈസ് ചെയ്താൽ മതി. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ അനലൈസ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. എല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നെയാണ്. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് പോവാം. യൂറിൻ അനാലിസിസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സ്പ്യൂട്ടം അനാലിസിസ്, അത് മെയിൻ ആയിട്ട് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ലങ്സിനകത്തുള്ള ക്യാൻസർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റൂൾ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ
ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിനകത്തുള്ള പ്രശ്നങ്ങളെയാണ് കാര്യമായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്, അതേപോലെ സ്പേം കൗണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അതേപോലെ തന്നെയാണ്. നമ്മൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ CNS-നുള്ള എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ബ്രെയിനിനുള്ള പ്രശ്നം, ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CSF അനലൈസ് ചെയ്താൽ നമുക്ക് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞത്. സോ അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.